റോക്കറ്റ് ആകാശത്ത് പോകുമ്പോൾ ഒരു പാടുണ്ടാവും, അത് എത്ര സമയം നിൽക്കും? കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എന്റെ മനസ്സ്. ഞാൻ ഒന്നിനെ കുറിച്ചും ബോധേഡല്ല, ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ള ഒരു വാക്ക് പറയാറുണ്ട്. ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോണ്ട കാര്യമില്ല 50 വയസ്സ് കഴിഞ്ഞാൽ. കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം. എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കാം. ഒന്ന് കുട്ടിയെ നോക്കണം എന്നാ നോക്കിക്കൊണ്ടിരിക്കുക. ബസ് എന്തു സുഖാന്ന് ആലോചിച്ചു ഈ ലോകത്ത് ജീവിക്കാൻ. ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം, ഭക്ഷണം വേണമെങ്കിൽ വീട്ടിൽ വരും, പേയ്മെന്റ് എനിക്ക് ഓൺലൈൻ ചെയ്യാം, മൊബൈൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. അത്രയും ലാവിഷ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ അറിയാതെ നമ്മൾ വയസ്സായത് വലിയൊരു വിഷമം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാലേ അവർ മിക്കവാറും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. പിറന്നാളുകൾ നമുക്ക് സന്തോഷമുള്ളതാണെങ്കിലും ഓരോ വയസ്സ് കൂടുന്തോറും നമുക്കൊരു വിഷമമുണ്ട്. എന്നാൽ ഇപ്പൊ അധികമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ. എന്താണ് ഏജിങ് ഗ്രേസ്ഫുള്ളി? ഈ മെന്റൽ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനെയാണോ പറയുന്നത്? അല്ല, അനുവിന്റെ കാര്യം അനു പറഞ്ഞാൽ പോരെ. നമുക്ക് വിഷമമുണ്ട് പറയുന്നത്. എനിക്ക് കുറച്ച് വിഷമമുണ്ട്. എനിക്ക് പ്രായം കൂടുന്നത് ഇഷ്ടം. ചെറുപ്പത്തിലേ പ്രായം കൂടിയാണ്. പ്രായം എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട്. ഓരോ വർഷവും കൂടുമ്പോൾ ബയോളജിക്കലി യു ഗെറ്റ് ഏജ്ഡ്. അതാണ് ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത്. ബർത്ത് ഡേ അല്ല, ബർത്ത് ഡേറ്റ്. ഡേ 7 ഉള്ളൂ. ഇപ്പൊ എല്ലാ ആഴ്ചയും ബർത്ത്ഡേ ഉണ്ടോ? ബർത്ത് ഡേറ്റ് ആണുള്ളത്, അല്ലെങ്കിൽ നക്ഷത്രം ഏതാണെങ്കിലും. പക്ഷെ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ. പക്ഷെ ഓരോ ബർത്ത് ഡേയും അല്ലെങ്കിൽ ബർത്ത് ഡേറ്റും അല്ലെങ്കിൽ ബർത്ത് സ്റ്റാറും ആഴ്ചയിലായാലും, സ്റ്റാർ എന്ന് പറയുന്ന മാസം, സ്റ്റാർ എല്ലാ മാസവും വരുമല്ലോ. അപ്പോൾ ആഴ്ചയിൽ പ്രായം കൂടാം, മാസത്തിൽ പ്രായം കൂടാം, വർഷത്തിൽ പ്രായം കൂടാം. ഇതൊക്കെ എണ്ണി കണക്ക് കൂട്ടാം. പക്ഷെ അത്രയും കാലം നമ്മൾ ജീവിക്കുമ്പോൾ വി ബിക്കം മോർ വൈസർ ആൻഡ് വൈസർ. എഡ്യൂക്കേഷൻ ഗിവ്സ് യു മോർ വിസ്ഡം. അറിവ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അല്ല, വരും വരായികളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, വിവേക വിവേചന ബുദ്ധി എന്നാ പറയാം. പ്രായം കൂടുമ്പോഴും ഇതില്ലാത്ത കുറെ പേരുണ്ട്. അപ്പം എനിക്ക് അസുഖം എന്ന് പറയുന്ന, സാധാരണ പറയുന്ന വാക്ക് അസുഖം. അസുഖം എന്നൊരു വാക്ക് തെറ്റാണ്. അസുഖം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇൽനെസ്സിനാണല്ലോ പറയാ. അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രശ്നമാണ്. സുഖം ഇല്ലായ്മയാണ് അസുഖം. അപ്പൊ സുഖവും അസുഖവും ഏതിനാണുള്ളത്? മനസ്സിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇൽനെസ് ഈസ് നോട്ട് ഡിസീസ്. രോഗം ഉണ്ടാവാം, വയസ്സാകുമ്പോൾ എന്തായാലും രോഗം ഉണ്ടാവും. കാരണം വേറെ എല്ലാത്തിലും വേറെ ടയർ ഉണ്ടാവുമല്ലോ അല്ലേ. കാലുവേദന ഉണ്ടാവും. ഇപ്പൊ ഞാനത് അയ്യോ വയ്യ എന്ന് പറഞ്ഞാൽ മാറും. മിക്കവാറും പ്രായം കൂടുമ്പോൾ പറ്റുന്നത് എന്താ വെച്ചാൽ വി ബിക്കം മോർ ഡിപ്പെൻഡന്റ്. പഴയ സുഹൃത്തുക്കളില്ല, എൻഗേജ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇല്ലാണ്ടാവും, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും. ഇപ്പം ഇത്രയും കാലം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ റിട്ടയർ ആവും. റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ വയസ്സായി തോന്നാൻ തുടങ്ങി. അത് തോന്നലാണ്. ആ തോന്നൽ ഒഴിവാക്കിയിട്ട് അസുഖമില്ലാതിരുന്നാൽ നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും അതിന് തരണം ചെയ്യാൻ പറ്റും. അതെപ്പോഴാണ് ഉണ്ടാവുക? വി ഷുഡ് ബിക്കം മോർ വൈസർ. ആ വൈസർ എന്ന് പറയുന്നത് നല്ല വായനാശീലം, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല കോണ്ടാക്ട്. ഞാൻ ഈ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന കാലത്ത് ഓരോ ആൾക്കാരെ കുറിച്ചും ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ പഠിക്കാൻ, രോഗികളുടെ സൈക്കോളജി. ഇപ്പോഴൊക്കെ ആണെങ്കിൽ മിഷൻ വെച്ചിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാം. അതൊന്നും അല്ലാത്ത കാലത്ത് ഞാൻ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഓരോ ടെസ്റ്റ് നടത്തുന്ന ആളുടെയും സൈക്കോളജി ഡോക്ടർക്ക് അറിഞ്ഞാലേ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കണ്ണട വെച്ചിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ലെൻസ് ഇടുമല്ലോ. അപ്പം എനിക്കറിയാം അയാൾ ഒരു പ്രാവശ്യം എടുത്തിട്ട് വേറൊരു സാധനം എടുത്തിട്ട പോലെ ഇടുന്നത് അതേ സാധനം തന്നെയാണ്. എന്നിട്ട് ഇതാണോ നല്ലത് മറ്റേതാണോ നല്ലത് നമ്മൾ നമ്മളോട് ചോദിക്കും. പറഞ്ഞു ഇത് ശരിയില്ല, മറ്റേതാ നല്ലത്. മറ്റേ തന്നെ ഇയാൾ ഇട്ടിരിക്കണതാണ്. പക്ഷെ അയാൾ നമ്മളോട് പറയില്ല. ഇങ്ങനെ ട്രിക്ക് കളിക്കുന്ന ഡോക്ടർമാരെ നമുക്കറിയാം. അപ്പം ഞാനെന്താ ചോദിച്ചാൽ അവർ എങ്ങനെയാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത്, എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, വയസ്സാകുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ കണ്ടത് മിട്ടു എന്ന് പറയുന്നത് ഡോക്ടർ മിട്ടു, നല്ല ഫേമസ് ആയിട്ടുള്ള അവരുടെ അടുത്ത് ഞാൻ ഉള്ളിൽ പോയിരിക്കും ഇവരെ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവരെങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവർ കുറേ കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ആയിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ കണ്ണ് കാണിക്കാൻ വരുന്നത്. വയസ്സം ഒരു 10-70 വയസ്സായി, കണ്ണ് ആദ്യമായിട്ടാണ് ടെസ്റ്റ്. അപ്പോൾ മിട്ടു ആകെ അത്ഭുതത്തോടു കൂടി പറയാൻ, നിങ്ങളുടെ ഒരു കണ്ണ് കംപ്ലീറ്റ് കാഴ്ചയില്ലാത്തതാണ്, അവരറിഞ്ഞിട്ട് പോലുമില്ല.
നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയല്ലോ. എന്നിട്ട് മിറ്റു പറഞ്ഞു നിങ്ങളുടെ ഒരു കണ്ണ് ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആണ്. എന്നോട് പറഞ്ഞത് ഫുൾ പോയതാ, പക്ഷെ പതുക്കെ കണ്ണട വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, എല്ലാ ദിവസവും എനിക്ക് പേപ്പർ ഇപ്പോഴും വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ 4 പേപ്പർ ഇപ്പോഴും വായിക്കുന്നുണ്ട്. ആ 4 പേപ്പർ വായിക്കുന്ന ഒരു കണ്ണുകൊണ്ട് 70ാമത്തെ വയസ്സിൽ വായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രോഗമുണ്ടോ? ഉണ്ട്. അസുഖമുണ്ടോ? തീരെയില്ല. രോഗം തപ്പി കണ്ടുപിടിച്ച് അസുഖം ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? എനിക്ക് കുറേ പേര് അറിയാം. നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവാം. ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ പറയും ഇല്ല, എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റാണ്, അവരുടെ രോഗം അപ്പം പോയി. അപ്പോൾ അവർക്ക് രോഗമായിരുന്നു, അസുഖമായിരുന്നു. തലവേദന എന്തൊക്കെ കൊണ്ടുവരാം? കുറച്ച് എണ്ണ തേച്ചിട്ട് വെയിൽ കാച്ചി തേച്ചാൽ തേച്ച് കാച്ചിയാൽ, എണ്ണ കാച്ചിയിട്ട് തേക്കാൻ പറയുന്നതാണ് ആയുർവേദം. തേച്ചിട്ട് കാച്ചിയാലോ? നിങ്ങൾ നല്ലപോലെ എണ്ണ തേച്ചിട്ട് പുറത്തു പോയാലോ? തേച്ച് കാച്ചി, അതുകൊണ്ട് അസുഖം വരുന്ന പറയുന്നത്. അപ്പൊ ഇത് മാത്രം മതി ചിലപ്പോൾ തലവേദന വരാൻ. അല്ലെങ്കിൽ അയൽവാസിയുടെ വേസ്റ്റ് നമ്മുടെ പറമ്പിലിട്ടാലും നമുക്ക് തലവേദന വരും. പല ജനങ്ങളും നമ്മളോട് സംവദിക്കുന്നതിന്റെ രൂപം മാറിയ തലവേദന വരും. ഇതിന് ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ ചോദിക്കുക? നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്ത് പോകുന്നു എന്നനുസരിച്ചിട്ടാണ് അവർ പ്രിസ്ക്രിപ്ഷൻ പറയാം. ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാലും ആ തരത്തിലാണ് ചോദ്യം ചോദിക്കുക. ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയാലും തലവേദനക്കായാലും വേറൊന്നല്ലോ നോക്കുക. നിങ്ങൾ ഒരു ENT അടുത്ത് പോയാൽ എന്ത് ചെയ്യും? നോസിൽ എവിടെയോ വളവുണ്ടെന്ന് കണ്ടുപിടിച്ച് എന്തായാലും സർജറി ചെയ്യണം. അതേ സമയത്ത് നിങ്ങൾ ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിന്റെ അടുത്ത് പോയാലോ, അയാൾ അതാണ് കണ്ടുപിടിക്കുക. കാരണം അവരുടെ അടുത്തുള്ള ടൂളിലേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വയസ്സാവുമ്പോൾ സാധാരണഗതിയുള്ളതാണ് അവിടെ പോയിട്ട്. എനിക്കറിയാം കണ്ണിന് വല്ലാണ്ട് വിഷമമുണ്ട്, വേദനയാണെന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് സാധാരണ റിനോളിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വെറുതെ ക്ലീനിങ് സൊല്യൂഷനാണ്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് പകരം സാധാരണ വെള്ളം ഉപയോഗിച്ചാലും കണ്ണ് ക്ലീൻ ചെയ്യും. നമ്മൾ ഈ കണ്ണിന് വല്ലാണ്ട് ഇറിറ്റേഷൻ ഉണ്ടെന്ന് പറയുമ്പം കുറച്ചൊരു വെള്ളം എല്ലാ ദിവസവും ഒറ്റിച്ച് കൊടുത്തു നോക്കും നിങ്ങൾ. മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. മിക്കവാറും ഒരു 60% ഓഫ് ദ പ്രോബ്ലം സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ആണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന വെച്ചാൽ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ വയസ്സാവുമ്പോൾ എന്ത് പറ്റും? വേറെ പണിയില്ലാണ്ടാവും. അപ്പൊ അത് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ആ എൻഗേജ്ഡ് ആക്കാൻ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, സാമൂഹികമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. കൊച്ചുമക്കളെ നോക്കാം. നമ്മളൊക്കെ സാധാരണ പറയുന്നത് 4 ആശ്രമങ്ങളാണ്. ഒന്ന് ബ്രഹ്മചര്യം, രണ്ടാമത് ഗാർഹസ്ഥ്യം. അപ്പോൾ ഒരു 25 വയസ്സ് വരെ നമ്മൾ ഇന്നത്തെ കാലം വെച്ചിട്ട് 25 വയസ്സ് വരെ പഠിക്കുകയാണെങ്കിൽ 25 മുതൽ 50 വരെ ആകുമ്പോഴത്തേക്കും ഗാർഹസ്ഥ്യം കഴിയും. 50 മുതൽ 75 വയസ്സ് വരെയൊക്കെയാന്ന് വിചാരിക്കാം. ആ കാലത്താണ് നമ്മൾ ശരിക്ക് എന്ത് വേണ്ടത്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ വാനപ്രസ്ഥം. ആ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം കഴിഞ്ഞ് പോവാണ്. എവിടെ? കാട്ടിലേക്ക്. വാനപ്രസ്ഥാണ്, വനപ്രസ്ഥല്ല. വനം കാട്, വാനം ആകാശം. ആകാശത്തേക്ക് പോവാണ്. ആകാശത്തേക്ക് പോകുന്നതല്ല, എന്റെ വീട്ടിൽ ഞാൻ ആകാശം സൃഷ്ടിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല, അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വളരെ ഫ്രീ ആണ്, എനിക്കൊന്നും പ്രശ്നമല്ല. ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോകേണ്ട കാര്യമില്ല 50 വയസ്സ് കഴിഞ്ഞാൽ. കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എൻ്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടരുത്. എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കാം. ഒന്ന് കുട്ടിയെ നോക്കണം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുക ബസ്. അതല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നതിന് കാരണം എന്താ? പ്രശ്നം എന്താണ്? നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് കയറുകയാണ്. അത് ചെയ്യരുത്. വലിയ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും എല്ലാവരും ഒരു പ്രശ്നവും വേണ്ട. വാനപ്രസ്ഥം എന്ന് പേര് വരാൻ കാരണം റോക്കറ്റ് ആകാശത്ത് പോകുമ്പോൾ ഒരു പാടുണ്ടാവുമല്ലോ. അത് എത്ര സമയം നിൽക്കും? കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എന്റെ മനസ്സ്. ഞാൻ ഒന്നിനെ കുറിച്ചും ബോധേഡല്ല. ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളൊരു വാക്ക് പറയാറുണ്ട്. ആർക്കും ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റില്ല, പക്ഷെ പറ്റുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അപ്പൊ അതെന്ത് അടച്ചില്ല, ഇതെന്ത് എവിടെ വെച്ചില്ല, ഇതെന്താ അവിടെ വെച്ചില്ല, ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. 50 വയസ്സ് വരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ആ സമയം കൊണ്ട് എൻ്റെ മക്കളെ എനിക്കത് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ മക്കളുടെ മക്കളെ ഞാൻ പഠിപ്പിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ മക്കളെ നന്നായിട്ട് പലർക്കും പറ്റുന്ന എന്താണ്? 50 കഴിയുമ്പോഴാണ് ഈ ബോധം വരുന്നത്. അപ്പോഴാലോചിക്കുക, ഓ എൻ്റെ മക്കളെ ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, എന്നാൽ എൻ്റെ മക്കളുടെ മക്കളെ പഠിപ്പിക്കാമെന്ന്. ആ പഠിപ്പിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മക്കളെ കുറിച്ചുള്ള കുറ്റം മക്കളുടെ മക്കളോട് പറയും. അപ്പൊ മക്കളുടെ മക്കൾക്ക് എൻ്റെ മക്കളോടുള്ള ബഹുമാനം ഇല്ലാണ്ടാവും. അപ്പൊ അവരുടെ പാരൻസിനോടുള്ള ബഹുമാനം ചെറിയ കുട്ടികൾക്ക് ഇല്ലാണ്ടാക്കുന്നത്
അങ്ങനെയുള്ള ഗ്രാൻഡ് പാരൻസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് സമയമില്ല എന്നുള്ള സത്യമാണ്. കാരണം ഇന്ന് അവർ എൻഗേജ്ഡ് ആണ്, അതുകൊണ്ട് മക്കളെ നോക്കാൻ പറയും. ശരി, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അതെനിക്കൊരു എൻ്റെ ഫ്രീഡത്തെ കട്ട് ചെയ്യുന്നൊരു സംഭവമാണെങ്കിൽ ഞാൻ നിന്ന് കൊടുക്കരുത്. അതിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ഫ്രീഡം വേണം, ഞാൻ അതിന് ചെയ്യും തീരുമാനിക്കുന്ന തരത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള എൻഗേജ്മെന്റ് ഞാൻ കാണണം. വായനയാവാം, കൃഷിയാവാം, അല്ലെങ്കിൽ കട നടത്താവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാവാം, മിനിമം ഇൻകം കിട്ടാം. അതുകൊണ്ടല്ലേ ഈ 50 എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് അല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടല്ലേ 60 കഴിയുമ്പോൾ പെൻഷൻ തരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം? പെൻഷൻ കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് വീടെടുക്കാനുള്ള അന്ന് എൻ്റെ ബോധറേഷൻ അല്ല. പിന്നെ ആ സമയത്താണ് ചിലപ്പോൾ എനിക്ക് തോന്നുക ഇത്രയും കാലം പണികളുകൊണ്ട് ഞാൻ യാത്ര ചെയ്യാൻ പറ്റില്ല, ഇപ്പം യാത്ര ചെയ്യാൻ പോകും. ആദ്യം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖമായി, കിടപ്പായി, പ്രശ്നമായി, കാലുവേദനയായി. ആ വയ്യാത്ത പണിക്ക് പോകരുത്. എനിക്ക് ഫിസിക്കലായിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുമ്പോഴാണ്, അതാണ് വിസ്ഡം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് സ്വന്തം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥ വേണ്ടേ. അതും കഴിയുമ്പോഴാണ് പിന്നെ എൻ്റെ സമയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെലവഴിക്കുക, ഞാൻ എൻജോയ് ചെയ്യുക, അവരുമായിട്ടുള്ള സംസാരം, അവരുമായിട്ട് കളിച്ചു നടക്കാൻ പറ്റുക, അതൊക്കെ നമുക്ക് ചെയ്യാം. അതും കഴിഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട് വീട്ടിലിരിക്കുക. അത്യാവശ്യത്തിന് ആരെങ്കിലും വന്നാൽ മാത്രം. എനിക്ക് ആ സമയത്ത് ഒരു 75 കഴിയുമ്പോഴത്തേക്കും തീരെ വയ്യാത്തൊരവസ്ഥ വരില്ല. ആ റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവണം. എനിക്കത് പറ്റുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു രോഗിക്ക് അറിയാലോ എനിക്ക് ഇന്നതൊക്കെ പൊക്കാൻ പറ്റുള്ളൂ. ഞാൻ അറിയുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പ്രായം അല്ല കേട്ടോ, ബയോളജിക്കൽ പ്രായമല്ല. ചെറുപ്പത്തിലും ആ സ്വഭാവമുള്ളവരുണ്ടാവാം. ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് 75-ന് ശേഷം നമ്മൾ പറഞ്ഞു തീരിക്കും, അങ്ങനെയാണല്ലോ പറയാ. വാനപ്രസ്ഥം കഴിഞ്ഞാൽ സന്യാസം. പക്ഷെ 12ാമത്തെ വയസ്സിലും സന്യാസത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതാണ് പൊതുവെയുള്ള വിസ്ഡം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ കൊണ്ടും സാമൂഹികമായ ഇടപെടൽ കൊണ്ടും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നമ്മൾ നാരോ മൈൻഡഡ് അല്ലാതെ സൊസൈറ്റിയെ പറ്റിയും കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാലേ അവർ മിക്കവാറും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. സെൽഫിലേക്ക് മടങ്ങിയിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള ആ ആൾക്കാർക്കൊക്കെ മിക്കവാറും അസുഖങ്ങൾ കൂടുതലായിരിക്കും. ദ മോർ പബ്ലിക് യു ആർ, ദ മോർ ഡൈനാമിക് യു ആർ, ആ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവും. കാരണം നമ്മൾ കുറേ പേരെ കാണും, നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമല്ലോ. പിന്നെ മാറാവ്യാധികളും ക്രോണിക് ഡിസീസും ഒക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ആക്സിഡന്റ് എപ്പോൾ വേണമെങ്കിലും വരാം. അതൊക്കെ സ്പെസിഫിക് കേസാണ്. നമ്മളിപ്പോൾ പറയുന്ന ഒന്നും ഇത് കേട്ടിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ പറയാം, ഞാൻ ഇങ്ങനെയാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അങ്ങനെ. പക്ഷെ നമ്മൾ ജനറിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇതും ഓരോ റീജിയണിലും അവരുടെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചിട്ടും ഒക്കെ വ്യത്യസ്തം ഉണ്ടാവും. ഇപ്പം അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർ വീൽ ചെയറിൽ, സ്വന്തം ഓപ്പറേറ്റ് ചെയ്യുന്ന വീൽ ചെയറിൽ ഒറ്റക്ക് പോകേണ്ടി വരും. കാരണം അവരുടെ മക്കളൊന്നും അവരുടെ കൂടെ ഇല്ല, ഹസ്ബൻഡോ വൈഫോ ആരായാലും ഡൈവേഴ്സ് ആയിട്ടുണ്ടാവും. അവരെ കൊണ്ട് എനിക്ക് ഗുണമില്ല എന്ന് പറയുമ്പോൾ അവരപ്പോൾ ഡൈവേഴ്സ് ചെയ്യുമല്ലോ. അപ്പോൾ സ്വന്തം ജീവിക്കണ്ടേ. അപ്പോൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ 911 എന്നാണ് എമർജൻസി. ആ എമർജൻസി 911 അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വണ്ടി വരും, കൊണ്ടുപോകും. ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടാവും. ഇൻഷുറൻസ് ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അവരെ കെയർ ചെയ്തു. അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് മെഡിസിൻ കഴിക്കേണ്ടത്, ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി, വന്നോളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണ്? സോഷ്യൽ ഗവൺമെന്റ് സിസ്റ്റം വളരെ ബോറാണ്. നമ്മുടെ ഫാമിലി സിസ്റ്റമാണ് സ്ട്രോങ്. അവിടെ ഫാമിലി സിസ്റ്റം മോശമാണ്, അതുകൊണ്ട് സോഷ്യൽ സിസ്റ്റം സ്ട്രോങ് ആണ്. അപ്പോൾ രണ്ട് തരത്തിലും ഇതിനെ നോക്കിക്കാണാം. ഇതിന് മെറിറ്റും ഉണ്ട്, ഡിമെറിറ്റും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഒരാൾ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കേ, ആ സിസ്റ്റത്തിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആവണം. ഇപ്പം നമുക്കിവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാർ വിളിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. അമേരിക്ക പോയത് രണ്ടും പറ്റില്ല, വളരെ കോസ്റ്റ്ലിയാണ്. പബ്ലിക് ഇല്ല, ട്രാൻസ്പോർട്ട് ഇല്ല, പല സ്ഥലത്തും വണ്ടികളുണ്ട്. നമ്മൾ ടാക്സി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിൻ്റെ പിന്നെ എളുപ്പം കിട്ടുമല്ലോ, അവിടെ അത് കിട്ടില്ല. അവിടെ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് കിട്ടാൻ, പല്ല് വേദന ഉണ്ടെന്ന് ഡോക്ടറുടെ അപ്പോയിൻമെന്റ് ഇട്ടാൽ അടുത്ത മാസമാണ്. അപ്പോഴത്തേക്ക് പല്ല് വേദന മാറുമല്ലോ ഇല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും ജിപേ ഉണ്ടെങ്കിൽ ജീവിക്കാം, അവിടെ അങ്ങനെ ഇല്ല. അവിടെ ബാങ്കേ ഉള്ളൂ. ജിപേ എന്ന് പറയുന്നത് അമേരിക്കയിലില്ല. അപ്പൊ നമുക്ക് ഗ്രേസ്ഫുള്ളി ഏജ് ആവാൻ വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. കാലാവസ്ഥ എന്ന് പറയുന്നത് ഗൂഗിൾ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം, ഭക്ഷണം വേണമെങ്കിൽ വീട്ടിൽ വരും, പേയ്മെന്റ് എനിക്ക് ഓൺലൈൻ ചെയ്യാം, മൊബൈൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം.
അത്രയും ലാവിഷ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ അറിയാതെ നമ്മൾ വയസ്സായത് ഒരു വലിയൊരു വിഷമമായിട്ട് എന്ത് സുഖാന്ന് ആലോചിച്ചു ഈ ലോകത്ത് ജീവിക്കാൻ. ഞാൻ പറയാം ബ്ലസ്ഡ് ആണ്, നമ്മളൊക്കെ വലിയ ബ്ലസ്ഡ് ആണ്. ഇനി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാലോ, കുറച്ച് പ്രായമായിട്ട് ഈ ഒരു താടിയും മുടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ വന്നിട്ട് നമുക്ക് വേണ്ടി സെർവ് ചെയ്യുന്നറിയോ. കേരളത്തിലല്ലേ അതില്ലാണ്ടുള്ളൂ. അവിടെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ബഹുമാനം കൂടും. എന്താ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഫംഗ്ഷനോ ഒക്കെ പോയി കഴിഞ്ഞാൽ എത്ര പേരാ പിന്നാലെ വരുമെന്നറിയോ, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബഹുമാനം കൂടും. അവിടെ പ്രായം ആധിക്യം കൂടുന്ന സമയത്ത് അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെക്കരുത്, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു ആവശ്യമായിട്ട് മാറും.